ഹലോ, വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങളൊരു കുടുംബസംഗമത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഷെയർ ആക്കുന്നത്. അതായത് ഈ ഒരു സംഗമം എന്ന് വെച്ചാൽ തിരൂരങ്ങാടി ഏരിയയിൽ വരുന്ന ന്യൂസ് പേപ്പർ ഏജൻറ്റുമാരുടെ കുടുംബസംഗമമാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 6 മന്ത് ആയിട്ടുള്ളൂ ഈ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി ഏറ്റെടുത്തിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന ഫസ്റ്റ് സംഘമാണ്. പക്ഷേ ഇവിടെ നടത്തപ്പെടുന്നത് 7ാമത്തെ കുടുംബസംഘമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് വേങ്ങര വ്യാപാര ഭവനിൽ വെച്ചിട്ടാണ്. പിന്നെ ലഞ്ചോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 12 മണി മുതൽ 6 മണി വരെ ആയിരുന്നു ഈ ഒരു പരിപാടി. അപ്പോൾ 12 മണി മുതൽ 2 മണി വരെ ലഞ്ച് ടൈമാണ്. അപ്പോൾ നമ്മൾ വരുന്നവരെയൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ മെയിൻ ഹാളിലേക്ക് കടക്കുന്നത്. അപ്പോൾ മെയിൻ ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം മെയിൻ ഹാളിലേക്ക് കടക്കാൻ. അങ്ങനെ തന്നെ ഞങ്ങൾ ഒരു 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ ഒരു വേങ്ങര വ്യാപാര ഭവനിൽ എത്തും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് മെയിൻ ഹാളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടന സെക്ഷൻ തുടങ്ങുന്നത് 2 മണിക്ക് ശേഷമാണ് കേട്ടോ. അതുവരേക്കും ഇവിടെ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബോറടിപ്പിക്കാതെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ വന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കുടുംബിനികൾക്കും ഒക്കെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ മൊത്തത്തിലൊന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഞങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയം സ്റ്റേജിൽ പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്നുള്ള ടീംസ് ഒന്നല്ല, ഈ പത്രത്തിൻ്റെ ഏജൻറ്റുമാരുടെ ഇടയിലൊരു കലാകാരന്മാർ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. അപ്പോൾ അവരുടെ കഴിവുകളൊക്കെ തെളിയിക്കാൻ പറ്റിയുള്ള അടിപൊളി അവസരം കൂടിയായിരുന്നു കേട്ടോ ഈ ഒരു കുടുംബസംഗമം. എവിടെ രജതമേഘമേ എവിടെ എവിടെ വിരകിണിയാമൊരു ഗായികയിൽ മരണകുടീരത്തിൻ മാത്മരനിദ്ര വിട്ടു മടങ്ങി വന്നോരൻ പ്രിയ. ഹലോ ഹലോ. പവിത്രേട്ടൻ ഒരു മനോഹരമായ ചലച്ചിത്ര ഗാനമാണ് നമുക്ക് അവതരിപ്പിച്ചത്. നല്ലൊരു കയ്യടി പവിത്രേട്ടനെ കൊടുക്കാം. നല്ലൊരു കയ്യടി. താങ്ക് യു. അടുത്തായി നമ്മൾ ഏജന്റുമാരെ കുറിച്ചുള്ള മുമ്പ് മനോരമയുടെ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. ഞാൻ ആദ്യം പാടിയ പാട്ടിന് നിങ്ങളെ കയ്യടി അത്ര തന്നെ കിട്ടിയില്ല. പക്ഷെ നമ്മുടെ ഏജന്റുമാരുടെ പാട്ടാണ്. ഇതിന് നല്ല കയ്യടി നിങ്ങൾ തരണം. നേരം നാട്ടിൽ ഓടി നടന്ന് നമ്മൾ പത്രം കെട്ടുമേറ്റി എത്ര ദൂരം നടന്ന് മഞ്ഞും മഴയും വകവയ്ക്കാതെ പത്രം കൊടുത്ത് നമ്മൾ കുന്നും മലയും കേറി വാർത്ത എത്തിച്ചിരുന്നു. ഇഷ്ടം വെടിഞ്ഞ് എന്നും നഷ്ടം സഹിച്ച് ശിഷ്ടം വെക്കാനൊന്നുമില്ല ജീവിച്ചിരുന്നു. എന്നും പുലരും നേരം നാട്ടിൽ ഓടി നടന്ന് നമ്മൾ പത്രം കെട്ടുമേറ്റി എത്ര ദൂരം നടന്ന് മഞ്ഞും മഴയും വകവയ്ക്കാതെ പത്രം കൊടുത്ത് നമ്മൾ കുന്നും മലയും കേറി വാർത്ത എത്തിച്ചിരുന്നു. കയ്യൊക്കെ വെച്ചോ.
കാലമേറെ കഴിഞ്ഞു നമ്മൾ സംഘടിച്ചു കാര്യമേറെ കൊടിക്കീഴിൽ നേടിയെടുത്തു ഐക്യത്തോടെ നിന്നു നമ്മൾ ചെയ്തിടിച്ചു എന്നും ഏജൻസിന്റെ സങ്കടങ്ങൾ പരിഹരിച്ചു ഐക്യത്തോടെ നിന്നു നമ്മൾ ചെയ്തിടിച്ചു എന്നും ഏജൻസിന്റെ സങ്കടം എങ്ങോട്ടാണെങ്ങോട്ടാണ് തിടുക്കം പേടിയാറില്ലേ എങ്ങോട്ടാണെങ്ങോട്ടാണ് തിടുക്കം തരിച്ചല്ലേ പേടിയാറില്ലേ ഞാനും വന്നോട്ടെ മിന്നാമിരുന്നേ. ഓരോരുത്തരും നല്ല അടിപൊളിയായിട്ട് പാട്ടുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ ഉദ്ഘാടന സെക്ഷനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുടുംബസംഗമം ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള PK അസ്ലു സാഹിബാണ്. മാത്രമല്ല ഈ ഒരു പരിപാടിക്ക് മുഖ്യാതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് സബാണ് കേട്ടോ. അപ്പോൾ ഈ സബ എന്ന വ്യക്തിയെ ഒട്ടുമിക്ക ആൾക്കാർക്ക് സുപരിചിതമായിരിക്കും അല്ലേ. കാരണം വേങ്ങരയുള്ള സബാ സ്ക്വയറിൻ്റെ ഉടമ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിൽ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഉദ്ഘാടന സെക്ഷൻ ഒന്ന് കാണാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലു, നമ്മുടെ ഈ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി എത്തിയ സാമൂഹ്യ പ്രവർത്തകൻ സബാൻ, സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി CP അബ്ദുൽ വഹാബ്, മറ്റു ഏരിയ നേതാക്കൾ, പ്രിയപ്പെട്ട ഏജൻസി സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങൾ, ഇത് നമ്മുടെ 7ാമത് കുടുംബ സംഗമമാണ്. അതിനിടയിൽ കോവിഡ് എന്ന മഹാമാരിയും മറ്റുമായി നമ്മൾ 6 വർഷമായി ഈ കുടുംബ സംഗമം നടന്നിട്ട് അവസാനമായി നമ്മൾ പരപ്പനങ്ങാടിയിലാണ് കുടുംബ സംഗമം നടത്തിയത്. അത് കഴിഞ്ഞ് നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒത്തുകൂടുകയാണ്. തിരുവരങ്ങാടി ഏരിയയിലെ 100ഓളം വരുന്ന ഏജന്റുമാരും അവരുടെ കുടുംബാംഗങ്ങളും ഇന്ന് ഒരിക്കൽ കൂടെ ഒത്തുകൂടുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളൊരു മുഖം ഇവിടെ ഉണ്ട്. ബഹുമാന്യനായ നമ്മുടെയൊക്കെ സഹപ്രവർത്തകനും സുഹൃത്തുമായ OC ഹനീഫ സാഹിബ്, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഈ നഗരി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഹനീഫ സാഹിബിനെ പരിചയമുള്ളവരും വ്യക്തിപരമായും പത്ര ഏജന്റ് എന്ന നിലയിലും
അതിലുപരി സുപ്രഭാതം ദിനപത്രത്തിൻ്റെ സ്റ്റാഫ് എന്ന നിലയിലും നമ്മളിൽ മഹാഭൂരിപക്ഷം ഏജന്റുമാരും എപ്പോഴും ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഹനീഫ സാഹിബ്. ഈ സംഘടനാ സംവിധാനത്തിൻ്റെ തുടക്കം മുതൽ മരണത്തിൻ്റെ ആ സമയം വരെ ഈ സംഘടനയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ഹനീഫ സാഹിബ്. ഹനീഫ സാഹിബിൻ്റെ വിയോഗം നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം മരണത്തിൻ്റെ 2 ദിവസം മുമ്പ് അസ്വസ്ഥത അറിയിച്ചുകൊണ്ട് ഫോൺ ചെയ്ത് തലേ ദിവസം സംസാരിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഹനീഫ സാഹിബിൻ്റെ മരണവിവരമാണ് നമ്മൾ വാട്സപ്പുകളിലൂടെയും മറ്റും അറിയാൻ കഴിഞ്ഞത്. ഹനീഫ സാഹിബ് സംഘടനയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ സ്മരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം അള്ളാഹു സുഖകരമാകട്ടെ, സന്തോഷത്തിലുമാകട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ പലരും ഈ കാലയളവിനുള്ളിൽ ഒരുപാട് തവണ ഈ സംഘടനാ സംവിധാനത്തെ, ഈ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ഈ നന്മയുടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംഗമം വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സൗഹൃദത്തെ വീണ്ടും വീണ്ടും ഓരോ വർഷവും അത് നിലയ്ക്കാതെ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമായിരുന്നു നമുക്കും ഉണ്ടായിരുന്നത്. നമുക്കറിയാം, എല്ലാ മേഖലയിലും കോവിഡ് എന്ന മഹാമാരി എല്ലാം നിശ്ചലമാക്കിയപ്പോൾ നമുക്കും ഒരു 6 വർഷം ഈ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നത് സത്യമാണ്. ഏതായിരുന്നാലും ഈ സന്തോഷത്തിൻ്റെ ദിവസം ഇന്ന് വീണ്ടും വന്നണഞ്ഞതിൽ നമുക്ക് സന്തോഷിക്കാം. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംഘടനയുടെ ഈ 7ാമത് കുടുംബസംഗമം, ഈ കുടുംബസംഗമം നിയന്ത്രിക്കുന്നത് ചമ്പൻ ഷിഹാബാണ്. ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മഹത്തായ സംഗമം ഔപചാരികമായി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസുൽ സാഹിബാണ്. ആദരവോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായി നമ്മോട് സംസാരിക്കുന്നത് നമ്മോട് സംസാരിക്കും. വളരെ ആദരവോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ അതിൻ്റെ സംസ്ഥാന കാര്യദർശി ചേക്കു സാഹിബ് കരിപ്പൂർ ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വേങ്ങര സെക്രട്ടറി സൈനുദ്ദീൻ ഹാജി വളരെ സന്തോഷത്തോടുകൂടെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രസ് ക്ലബ് പ്രതിനിധി മൊയ്തീൻകുട്ടി സാഹിബ് നമ്മുടെ വേദിയെ ആശംസ അറിയിക്കും. വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. സംഘടന സംസ്ഥാന സെക്രട്ടറി CP അബ്ദുൽ വഹാബ്, സംഘടനയുടെ ഏരിയ നേതാക്കളായ വിജയൻ കോയിനൂർ, ജാഫർ കോലാക്കൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഏരിയ നേതാക്കളെ, ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന ഏജൻസി സുഹൃത്തുക്കൾ, എല്ലാറ്റിനും ഉപരി ഇന്നത്തെ ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഈ ദിവസം ചിലവഴിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഏജന്റുമാരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് കൃതജ്ഞമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ തലസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിന് നമുക്കറിയാം, ഇന്ന് രാജ്യത്തിൻ്റെ 77ാം റിപ്പബ്ലിക് ദിനമാണ്. ഇതിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് നദീർ മാഷ് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു. നദീർ മാഷെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. ഇന്ത്യൻ ഭരണഘടന
ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിൻ്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ അപ്പച്ചൻ, വേദിയിലുള്ള ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സഭാ കൊണ്ടുപോയത്തൻ, വ്യാപാരി വ്യവസായികളുടെ നേതാവ് MK സൈനന്ദി, ബഹുമാനായ ചേക്കൂർ കരിപ്പോൾ, മൊയ്തീൻകുട്ടി, നാസർ വേങ്ങര അടക്കമുള്ള വേദിയിലെ ഭാരവാഹികൾ, സംഘാടകരെ, അതുപോലെ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഏതായാലും വിശദമായ ഉദ്ഘാടന പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. പത്ര വിതരണ ഏജന്റുമാരുടെയും അതുമായി ബന്ധപ്പെട്ടവരുടെയും ഒക്കെ കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു സങ്കടം കൂടിയുണ്ട്. കാരണം OC ഹനീഫ നമ്മുടെ കൂടെയില്ല. OC ഹനീഫയുടെ പേരിലാണ് ഈ വേദി. ഞാനും OC ഹനീഫയും വലിയ അടുത്ത സഹപ്രവർത്തകരായി. വേങ്ങര നിയോജക മണ്ഡലം നിലവിൽ വരുമ്പോൾ 2008 അന്നത്തെ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഞാനും ജനറൽ സെക്രട്ടറി OC ഹനീഫയുമായിരുന്നു. ഞങ്ങൾ കുറേ കാലം ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളാണ്. ഞാൻ ഒരകത്ത് ജനപ്രതിയാകുമ്പോൾ OC AR നഗറിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അങ്ങനെ നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിൻ്റെ വികസനമായാലും അതുപോലെ തന്നെ സാഹോദര്യമായാലും സൗഹൃദമായാലും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ചോദിക്കാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. നമ്മുടെ സഹപ്രവർത്തകനും സുഹൃത്തുമായ പ്രിയപ്പെട്ട പത്ര ഏജന്റ് ജമാനുദ്ദീൻ മങ്കട തന്തല പഞ്ചായത്തിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത സന്തോഷം നമ്മൾക്കൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുക. പ്രിയപ്പെട്ട ജമാനുദ്ദീനെ ഈ വേദിയിൽ വെച്ച് സംഘടനയുടെ മൊമൻറ്റോ നൽകി ആദരിക്കുകയാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ജമാനുദ്ദീനെയും അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ചേക്കു സാഹിബിനെയും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ്റെ തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറിമാരിൽ ഒരാളായ ജമാനുദ്ദീൻ മങ്കട ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തെന്നല ഗ്രാമപഞ്ചായത്തിൽ നിന്നും ജനവിധി തേടിയ ജമാൻ മങ്കടക്ക് ഏരിയ കമ്മിറ്റി എടുക്കുന്ന ഉപഹാരം സംഘടനയുടെ സംസ്ഥാന കാര്യദർശി ചേക്കു സാഹിബ് കരിപ്പൂർ നിർവഹിക്കുന്നു.
ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ സുഹൃത്തുക്കൂടിയായ ഷിയാൽ ചന്ദൻ, ഉദ്ഘാടകൻ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അസ്ലു, സേഖു കരിപ്പൂർ, മീലിംകുട്ടി, വേങ്ങര വ്യാപാര കാലത്ത് മനോരമ ഇതാക്കാനും വേലയേതായിട്ടുണ്ട്. ശ്യാമിനോട് ചോദിക്കുകയാണ് ആദ്യം വേലയേതായിട്ടാണ് വീട്ടിലൊക്കെ പത്രം ഇട്ടിരിക്കുന്നത്, പിന്നെ അത് ഇതാക്കായി. ഈ അടുത്ത കാലത്ത് പത്രം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എഡിറ്റോറിയൽ പേജ് മാത്രം ആണ്. ആദ്യം സ്പോർട്സ് പേജ് മാത്രം വായിച്ചു, പിന്നെ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ടപ്പോഴാണ് നമ്മൾ ഈ എഡിറ്റോറിയൽ പേജ് വായിക്കേണ്ട ആവശ്യകത മനസ്സിലായതും അത് വായിക്കുന്നത്. പിന്നെ സ്പോർട്സ് പേജ് വായിക്കാതായി, കാരണം ഇപ്പോൾ ഗോളടിച്ചാൽ അപ്പോൾ നമ്മൾ ഫോണിൽ അത് കാണുന്നുണ്ട്. പത്രത്തിലേക്ക് ആ പേജിലേക്ക് തന്നെ നോക്കാത്ത അവസ്ഥയിലെത്തി, കാരണം ഓരോ നിമിഷത്തിലാണ് അത് വരുന്നത്. പക്ഷെ അത് ഇപ്പോഴും നോക്കുന്നത് നമ്മളതിൻ്റെ കളർ ചിത്രങ്ങൾ ഇപ്പോഴും പത്രത്തിലാണത് വളരെ ഭംഗിയായി അടിച്ചു വരിക. ഓരോ ക്രിക്കറ്റ് ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ. അപ്പോൾ പത്രത്തിൻ്റെ ആവശ്യം ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല. അതിൽ താല്പര്യമുള്ളവർ ഇപ്പോഴും പത്രം വരുത്തുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ട്. പക്ഷെ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാൽ പത്രം കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴും അത് തികയുന്ന ദിവസം. കാരണം ഇനിയിപ്പോൾ നാളെ പത്രം ഉണ്ടാവില്ല, ഇന്ന് പത്രം ഇറങ്ങില്ലല്ലോ, അപ്പോൾ നാളെ പത്രം ഉണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മളത് തിരയും. അങ്ങനെ ഇതാ ഉദ്ഘാടന സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്റ്റേജിൽ ഒരു നറുക്കെടുപ്പാണ് കേട്ടോ നടക്കുന്നത്. അതിനിടയ്ക്ക് ഇതാ ഒരു ഭാഗത്ത് പാട്ട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു നറുക്കെടുപ്പ് എന്ന് വെച്ചാൽ 12 മണിൻ്റെയും 2 മണിൻ്റെയും ഇടയ്ക്ക് വന്ന് ആദ്യം രജിസ്റ്റർ ചെയ്ത കുറച്ച് പേരെ സെലക്ട് ആക്കുന്നുണ്ട്. അതിൽ നിന്ന് 3 ഭാഗ്യശാലികളെയാണ് കേട്ടോ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മൊത്തത്തിൽ രജിസ്ട്രേഷൻ വെച്ചിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അത് ലാസ്റ്റ് തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഈ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ 3 ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത്. രണ്ട് കുട്ടികളും കൂടി മെമ്പർ കേനാണ് സമാനുദ്ദീൻ മങ്കട. ഇപ്പൊ അതിന്റെ സമയം കുടുംബസംഗമത്തിലെ ആദ്യ ഭാഗ്യശാലി ഇത്തവണത്തെ നന്നമ്പ്ര തെന്നല പഞ്ചായത്തിന്റെ മെമ്പർ കൂടിയായ സമാനുദ്ദീൻ മങ്കട. ഉമ്മർ കുന്നുംപുറം. ഏറ്റവും മോസ്റ്റ് സീനിയർ ലീഡർ അപ്പുക്കുട്ടൻ. അത് കഴിഞ്ഞ് സമാനുദ്ദീൻ മങ്കട, ഉമ്മർ കുന്നുംപുറം, അപ്പുക്കുട്ടൻ അരിയല്ലൂർ 3 പേരാണ് ഈ സംഗമത്തിലെ ഉദ്ഘാടന സെഷനിലെ ഭാഗ്യശാലികൾ. ഇനി സമാപനത്തിൽ ഒരു ഭാഗ്യശാലി കൂടി നറുക്കെടുപ്പുണ്ടായിരിക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമ്മാനങ്ങളൊക്കെ ആ സമയത്ത് ലാസ്റ്റേ കൊടുക്കുള്ളൂ. ഒരു ഷർത്തും കൂടി ഉണ്ട്, ആളിവിടെ പ്രസന്റ് വേണം, ഞാൻ തന്നെ വേറെ ആൾ കൂടും. ഉദ്ഘാടന വേദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ജാഫർ കോലക്കൽ. മറ്റു കുടുംബ ഏജൻസി ഉൾപ്പെടെ എല്ലാവരായ ഇവിടെ 7ാമത് കുടുംബസംഗമം. അങ്ങനെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ മെയിൻ ഹാളിൽ അവിടെ ഏജൻറ്റുമാരുടെ സംഗമം നടക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ താഴെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതായത് വായനാ മത്സരം, ക്വിസ് പ്രോഗ്രാം, അതൊക്കെയാണ് കേട്ടോ.
അങ്ങനത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിച്ച് എല്ലാവരും ഒരേ ഹാളിൽ തന്നെ എത്തിയിട്ടുണ്ട്, മെയിൻ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും, അതൊക്കെ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യലും പിന്നെ സമ്മാനദാനങ്ങളൊക്കെയാണ്. ഇതിന് ശേഷം ഏജൻറ്റുമാർക്കും ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രഖ്യാപനം പിന്നീട് പറയാം. അഭിപ്രായം പറയേണ്ടത് ഞാനില്ലല്ലോ, അതുകൊണ്ട് അഭിപ്രായം പറയാൻ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്ന് നാദിയ അബ്ബാസ്, കുണ്ടൂർ ഡിഗ്രിക്ക് പഠിക്കുകയാണ് കുണ്ടൂർ കോളേജിൽ. നാദിയ അബ്ബാസ് കരിമ്പിൻ്റെ മകളാണ്. അവളെ സ്നേഹപൂർവ്വം ഈ ക്വിസിൻ്റെ അഭിപ്രായം പറയുന്നതിന് വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹെഡ്ലൈൻസും പിന്നെ ആൾക്കാർ പേര് പെട്ടെന്ന് നോക്കി വരും. പക്ഷെ എത്ര ആയത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷെ ഭയങ്കര ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി അടിപൊളി അടിപൊളി. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ്, പത്രത്തിൽ നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അമ്മമാരുടെ ഭാഗത്തുനിന്ന് ഷമീമ വഹാബ് അഭിപ്രായം പറയാൻ വേണ്ടി വരുന്നതാണ്. പരിപാടിയായിരുന്നു. സംഘടിപ്പിച്ച ചെറുപ്പക്കാർക്ക് വളരെ നന്ദി, പ്രത്യേകം നന്ദി അറിയുന്നു. പിന്നെ നല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ക്വസ്റ്റ്യനുകളല്ല, ആഴത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. നന്ദി. നമ്മൾ നേരത്തെ തീരുമാനിച്ചത് അമ്മമാരുടെ സെഷനും കുട്ടികളുടെ സെഷനുമായിട്ട് നടത്തണമായിരുന്നു. അവിടെ വന്നപ്പോഴാണ് അമ്മമാർ പറഞ്ഞത് അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, കുടുംബം ഇരുന്നിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം പിന്നെ നമ്മൾ കുടുംബമാക്കിയിട്ട് ഇരുത്തി. അതുകൊണ്ട് 2 റൗണ്ടായിട്ടാണ് നടത്തിയത്. 1-ാം റൗണ്ടിൽ നിന്ന് ഒരു പ്രവേശന മത്സരം നടത്തിക്കൊണ്ട് അതിൽ നിന്ന് 4 ടീമിനെ 10 കുടുംബാംഗങ്ങൾ മൊത്തം പങ്കെടുത്തു. അതിൽ നിന്ന് 4 കുടുംബങ്ങൾ, ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ 4 കുടുംബങ്ങളെ വീണ്ടും തിരഞ്ഞെടുത്തു. ആ 4 കുടുംബങ്ങളിൽ നിന്ന് 1, 2, 3 സ്ഥാനക്കാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഈ 3-ാം സ്ഥാനത്തിനൊരു ചെറിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ 2 കുടുംബങ്ങൾ ഒരുമിച്ചിരുന്നു. അവർക്കും അറിയില്ലായ്മ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന്. ഇതിൽ വന്നതിന് പൗതിയാണ് ചമ്പൻ്റെ ബാക്കിക്കാരാണ്. അസിസ്റ്റന്റ് പോയില്ല. നമ്മുടെ വായനാ മത്സരം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ നമ്മുടെ ഏജന്റുമാരുടെ ഭാര്യമാരുടെ ടീമായിട്ടും പിന്നെ കുട്ടികളെ വേറെ ടീമായി 2 സെക്ഷനായിട്ടാണ് വെച്ചിരുന്നത്. പക്ഷെ നടന്നപ്പോൾ ഒന്നിച്ചാണ്, ഫാമിലി ആയിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ 2നും അർഹതപ്പെട്ട സമ്മാനങ്ങൾ, 3rd പ്രൈസിനുള്ള സമ്മാനങ്ങൾ ചെമ്പൻ ഷിയാബിൻ്റെ കുടുംബം ഏറ്റുവാങ്ങുന്നു. നൽകുന്നത് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചേക്കു സാഹിബ് കരിപ്പൂരി. അതിൽ കൂടിക്കൊടുത്ത ഫാമിലി ഒരിക്കലും സ്പെഷ്യൽ ഗിഫ്റ്റ് അതിൻ്റെ കൂടെ കൊടുക്കുന്നു. ഏറ്റുവാങ്ങാൻ ചെക്കു തന്നെ കൊടുത്താണ് പോയി കൊടുക്കി.
അത് നമ്മൾ അറിയാതെ വന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് അനിസിക്കരെ അതുകൊണ്ട് അവലെടുത്തല്ലോ. അല്ല എന്നാലും നിന്നോട്ടെ, ഒപ്പം നിന്നോട്ടെ. കറങ്ങി അതിലെ രണ്ടാമത് സമ്മാനം പങ്കിട്ട പിന്നെ വാബ്സാഹിബിൻ്റെ ഫാമിലി ക്ഷമിച്ചു. അപ്പോൾ രണ്ട് ടീമിന് അത് കൊടുത്തുകൊണ്ട് ഒരു ടീമിന് ഇപ്പോൾ ഫുള്ളായിട്ട് കൊടുക്കും, രണ്ടാമത്തെ ടീമിന് അതേ സാധനം തന്നെ വാങ്ങി കൊടുക്കാനാണ് തീരുമാനം. അല്ല വായനാ മത്സരം ഒന്നാം സ്ഥാനം നമ്മുടെ അബ്ബാസ് കരിമ്പീരിൻ്റെ ഫാമിലിയാണ്. നേരത്തെ അവരുടെ ജ്യേഷ്ഠൻ അസീസായിരുന്നു ഏജൻസി ഉള്ളത്. അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ ഏജൻസി വിരമിക്കുകയും പിന്നെ ഇപ്പോൾ കുറേയൊക്കെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി അൽഹംദുലില്ലാഹ് ഏറെക്കുറെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. സംഘടന അന്ന് നമ്മളെ കൊണ്ട് കഴിയും വിധമുള്ള സഹായങ്ങളൊക്കെ ആ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട്. ഏതായാലും അവരുടെ അനിയൻ തന്നെ ആ ഏജൻസി ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ നടത്തി പോരുന്നുണ്ട്. നമ്മുടെ കുടുംബ സംഗമത്തിൽ 2 മണിക്കായിരുന്നു നമ്മൾ ഉദ്ഘാടന സെക്ഷൻ വെച്ചിരുന്നത്. അതുവരെ രജിസ്റ്റർ ചെയ്ത ആളുകളിൽ നിന്ന് നേരത്തെ നമ്മൾ നറുക്കെടുപ്പ് നടത്തിയിരുന്നു. 3 പേർക്കുള്ള സമ്മാനങ്ങൾ അത് വിതരണം ചെയ്യുന്നു. അതിന് ഉമ്മർ കുന്നുംപുറം, ജമാൻ ഇവിടെ ജമാൻ ഇടുക ഉമ്മർ, പിന്നെ ഒരാളും കൂടെ ഇല്ല അപ്പൂട്ടായിട്ട് അവർ 3 ആളും ഇതിലില്ല വാങ്ങും. ഇതുവരെ വരി സമ്മാൻ ഇന്ന് സമ്മാൻ കൊടുക്കാം. 1 മണിക്കുള്ളതാണ്. അതുകൊണ്ട് കൊടുപ്പിക്കാം. മെമ്പർ അല്ല, MP ആണ്, മെമ്പർ ഓഫ് പാർലമെന്റ്. അപ്പൂട്ടേട്ടനുള്ള ഗിഫ്റ്റ് നമ്മുടെ ജമാൻ നൽകുന്നു. ജമാൻ ഇത് ഒഴിവാക്കണം. ഇതിൻ്റെ മുമ്പ് ഒരു സമ്മാനം കിട്ടിയ ആളാണ്. അതായത് നമ്മളെ ഉമ്മർ കുന്നുംപുറത്തിന് ലക്കി ഫാമിലിയിലെ സമ്മാനം കൂടി ലഭിച്ചിരുന്നു. ഇരട്ട ഭാഗ്യം ഈ സംഗമത്തിൽ കിട്ടിയ വ്യക്തിയാണ്. പിന്നെ അസീസ്, പിന്നെ അപ്പോൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉമർ സാഹിബിനെ ക്ഷണിക്കുന്നു. അവസാനം ഒരു ഗാനം, അത് കഴിഞ്ഞ് നന്ദി പറഞ്ഞ് പിരിയാണ്.
ഈ ഗാനത്തോടു കൂടി സമാപിക്കുകയാണ്. ഗിഫ്റ്റ് നേരത്തെ പറഞ്ഞു, രജിസ്ട്രേഷൻ നടന്ന കണക്കിൽ 1 മുതൽ 54 ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുള്ള ആളുകൾ വൈകി വിളിക്കുമ്പോൾ വരിക, ദയവായി. പെട്ടെന്ന് വരുന്ന എല്ലാവരും. പിന്നെ ഹുസൈൻ കളിയാട്ടമുക്ക്, അബ്ബാസ് കരിമ്പിൽ, പറഞ്ഞ പെട്ടെന്ന് വരുന്ന എല്ലാവരും കേട്ടോ. അബ്ബാസ് അപ്പോട്ടെ വാങ്ങിക്കൂടെ അവിടെ അബ്ബാസ് വാങ്ങിയാ സത്യേട്ടൻ ചെനക്കരങ്ങാടി, അബ്ദുറഹ്മാൻകുട്ടി കക്കാട്, അബ്ദുറഹ്മാൻകുട്ടി കൊടുത്തൂടെ, സത്യേട്ടൻ കൊടുത്താ, സത്യേട്ടൻ വന്ന് വാങ്ങി. അബ്ദുൽ വഹാബ്, അബ്ദുസലാം, സാലിമ് വാങ്ങണം, സലാമിൻ്റെ അബ്ദുൽ വഹാബിൻ്റെ കൊടുത്തു. രഞ്ജിത്ത് ടി ഒലിപ്പുറങ്ങടവ്, രഞ്ജിത്ത് രഞ്ജിത്ത് വാങ്ങി. പവിത്രേട്ടൻ്റെ വാങ്ങിക്കോളെ. വിജയേട്ടാ കൊടക്കാട്, മുഹമ്മദ് ഷാഫി വേങ്ങര, പവിത്രേട്ടൻ വാങ്ങിയില്ലേ വിജയേട്ടൻ? ആ വാങ്ങി, നോക്കി വിജയേട്ടൻ കൊടുത്തില്ലേ? മുഹമ്മദ് ഷാഫി വേങ്ങര, ഷാഫി. ആ സെൽവരാജ് ചെളാരി, സെൽവരാജ്. വിജയേട്ടൻ ഇത് വാങ്ങിയാ? വിജയേട്ടൻ വാങ്ങി പിന്നെ കിട്ടില്ല സാധനം. ഇത് വാങ്ങിയാ? അപ്പം പേര് കെ വി പരപ്പനങ്ങാടി, വിജയേട്ടൻ വാങ്ങില്ലേ? മുജീബ് പി ടി പരപ്പനങ്ങാടി, ജാഫർ ചെറ്റിപ്പടി, ജാഫർ ചെറ്റിപ്പടി, പിന്നെ ഷൈജു പരപ്പൻചിന, നദിർമാഷ്, സമാനുദ്ദീൻ, ലത്തീഫ് പള്ളിക്കുന്ന്, ലത്തീഫ്, സുബൈർ പാലത്തിങ്ക, സമാന്, ലത്തീഫ്, സുബൈർ കാലിദ്, നമ്മക്കങ്ങാളി സേതു അച്ഛനമ്പലം, സംസുദ്ദീൻ ഉള്ളണം, സംസുവാണി വാങ്ങിക്കോ. അലാവുദ്ദീൻ ഓസി, ഹലോ മുസ്ലിം കഴിഞ്ഞ് മുസ്ലിം, മുജീബ് റഹ്മാൻ ചമ്മാട്, ലവ്ലി പോയാ ഇല്ല, അസീസ് വിളംബരം, അസീസ്, ആരിസ് കെ ആരിസ്, അവസാനം ഏജന്റുമാർക്കുള്ള സമ്മാനം കൈപ്പറ്റിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുടുംബ സംഗമം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഓക്കെ, ബൈ.